ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യമായിട്ടാണ് വിൻസ്രയിൽ 4 പേരെ വെച്ചുകൊണ്ട് നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഞാൻ ഇന്ന് പോണത് തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ഞാൻ പോണത്. ഇങ്ങനെ ബോട്ടിൽ ഹോൾഡർ പിള്ളേരോട് പറഞ്ഞാൽ വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പിള്ളേരെ വെള്ളമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിൻസർ ഇവിയയിൽ 3 പേരും ടോട്ടൽ 4 പേരെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഇന്ന് കാരണം കഴിഞ്ഞ വീഡിയോയിൽ പല ആൾക്കാർ അഭിപ്രായം ഉണ്ടായിരുന്നു, നിങ്ങൾ ചുമ്മാ ഒരാൾ ഓടിച്ചിട്ട് റേഞ്ച് ടെസ്റ്റ് ചെയ്ത് കാര്യമില്ല, 3 പേരെ വെച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ മിനിമം 4 പേരെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മുട്ടം തൊടുപുഴയിൽ നിന്ന് നമ്മൾ നേരെ പോണത് തിരുവനന്തപുരത്തിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ തിരിച്ചു വരും, അല്ലെങ്കിൽ ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകാൻ വേണ്ടി നമുക്ക് എത്ര റേഞ്ച് ആവശ്യം വരും നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റീചാർജ് ചെയ്യാം. തിരിച്ചു വരുന്ന വഴിക്ക് എവിടെയാണ് നമ്മുടെ റേഞ്ച് തീരാൻ പോണേ ആ സ്ഥലത്ത് നമ്മൾ റീചാർജ് ചെയ്യുകയും ചെയ്യും. എൻ്റെ അടുത്ത് വേറെ 3 പേരും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി തൊടുപുഴയ്ക്കാണ് പോകുന്നത്. തൊടുപുഴയിൽ നിന്ന് പാലായിൽ നിന്ന് പൊൻകുന്നത്ത് നിന്ന് റാന്നിയിൽ നിന്ന് പിന്നെ നേരെ തിരുവനന്തപുരമാണ് പോണത്. അപ്പോൾ നമ്മുടെ റേഞ്ച് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് വണ്ടിയിൽ എത്ര റേഞ്ച് ഉണ്ട് നമുക്ക് ആദ്യം നോക്കണം. ഞാനിപ്പോൾ ട്രിപ്പ് റീസെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. മൊത്തം വണ്ടി ഓടിക്കണം 4022 ഓടിയിട്ടുണ്ട്. 320 കിലോമീറ്റർ പോകാനുള്ള ചാർജ് ഉണ്ട്. ട്രിപ്പ് 0.00 100% ബാറ്ററി. വണ്ടി നമ്മൾ ഓടിക്കണം നോർമലിലും AC 24 ആയിരിക്കും. AC 24 ഓട്ടോമാറ്റിക്. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇങ്ങനെയായിരിക്കും വണ്ടി ഇവിടെ മുതൽ തിരിച്ചു വരുന്നവരെ നമ്മൾ യൂസ് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ 3 പേര് വന്നിട്ടുണ്ട്. ഇത് നീരജ്, ഇത് ഭൊജ്ജി, ഇത് ഛബി, അമിയ എന്ന് പറയും. അമിയ എന്നാണ് പുള്ളിയുടെ പേര്. ഇതിനകത്ത് ഇവൻ ബീഹാറിയാണ്. വേറെ സൂത്രം കാണിച്ചു തരട്ടെ. നിന്റെ പേരെന്നാടാ? നീരജ് കുമാർ. മൊത്തം മലയാളത്തിൽ പറയാ. നീരജ് കുമാർ എന്റെ പേര്. പിന്നെ നമുക്ക് ഇവന്റെ മലയാളം കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. അതിനേക്കാളും നല്ല മലയാളമാണോ എൻ്റെ, അത് ചീത്ത മലയാളമാണോ എൻ്റെ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ബൊജി ഒറീസ എന്നാണ് വന്നേക്കണത്. അവന് വന്നിട്ടിപ്പം 5-6 മാസം ആയിട്ടുണ്ട്. നിനക്കൊരു മലയാളം അറിയടാ? നെയ്മല്ലോ. ഇവനൊട്ടും അറിയത്തില്ല. ഇവനിപ്പോൾ 2-3 മാസം ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ നമുക്കിന്ന് യാത്രയിൽ കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽ ഈ 3 പേരും കൂടെ കാണും. നമുക്കിനി തൊടുപുഴയിൽ നമുക്ക് യാത്ര തുടങ്ങാം. എന്നാൽ ശരി, എന്നാൽ തുടങ്ങാം നമുക്ക്. ഓക്കെ. നമ്മൾ കോന്നി കഴിഞ്ഞ് ഇടമങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ 60% ബാറ്ററി തീർന്നു. ഇതിനകത്ത് നമ്മുടെ വണ്ടിയുടെ നമുക്ക് ബാക്കിലത്തെ വൈപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും കാണത്തില്ല. നമുക്ക് റിയർ വ്യൂ കൂടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിനകത്തൂടെ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ വണ്ടിയുടെ ഇത് ഞാൻ കാണിക്കാം. വണ്ടി എത്ര കിലോമീറ്റർ ഓടി നമുക്ക് കാണിച്ചു തരാവേ. വണ്ടി ടോട്ടൽ ഓടിയേക്കണത് 59%, 121 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ വേറൊരു പ്രശ്നം ഞാൻ പറയട്ടെ. വണ്ടി ഞാൻ ഇന്നലെ കൊണ്ട് കാണിച്ചായിരുന്നു. ഇന്നലെ കൊണ്ട് കാണിച്ചപ്പം ഇതുകൊണ്ട് ഈ ടയറിന് ചെറിയ തേയ്മാനമുണ്ട്. ഈ സൈഡ് ടയർ പെട്ടെന്ന് വെട്ടി തീരുന്നുണ്ട് ഈ ഭാഗം. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ ഡെപ്ത് കൂടുതലാണ്. ഞാൻ പുറത്തൊക്കെ കൊണ്ട് കാണിക്കാൻ നോക്കിയപ്പം അവർ പറഞ്ഞു സോഫ്റ്റ്വെയർ വന്നിട്ടില്ല ഈ വണ്ടിയുടെ, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഷോറൂമിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെയും ആയില്ല. പിന്നെ മഴ ആയതുകൊണ്ട് വൈപ്പർ ഇങ്ങനെ നിരന്തരമായിട്ട് ഫുൾ ടൈം പാലാ മുതൽ ഇവിടെ വരെ കോന്നി വരെ വൈപ്പർ ഫുൾ ടൈം വർക്കിംഗ് ആയിരുന്നു. ബാറ്ററി ഞാൻ പ്രതീക്ഷനേക്കാളും എനിക്ക് പേടിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ലോഡ് വെച്ചോണ്ട് 4 പേര് വെച്ചോണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പേടി മാറി കിട്ടി എനിക്ക്. ഇപ്പോൾ എനിക്കൊരു റേഞ്ചിന്റെ കാര്യത്തിൽ ഒരു പിടുത്തം കിട്ടി. നമ്മൾ ഈ പറയണ പോലെ വണ്ടിക്കാർ പറയണ പോലെ 300 എടുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി ബാക്കി നമുക്ക് മുമ്പോട്ട് ഇനി ഉള്ള 98 കിലോമീറ്റർ കൊണ്ട് ഓടാം. 98 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ആവറേജ് കണക്ക് കിട്ടും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ സാധനം മാറി തന്നെന്ന് പറഞ്ഞില്ലേ, 2 പ്രാവശ്യം 2 ക്യാമറ കണ്ട് മാറ്റി കഴിഞ്ഞിട്ടും
ഇതിൻ്റെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല അവർ. ഇത് വീണ്ടും ഓഫ് ആവണു, ഓൺ ആവണു. 4ാമത്തെ ക്യാമറ കണ്ട് ഇവർ മാറണത്. അതുകൊണ്ട് പിന്നെയും ഇപ്പോൾ ഓഫായി പോവേ. ഓഫായില്ലേ? ഇന്നലെ വരെ ഓഫ് ആകുമായിരുന്നു. കണ്ടോ ഓഫായി പോയി. വീണ്ടും ഓണാവും, പിന്നെ ഓണായിട്ട് പിന്നെ ഓഫാവും. ഈ ഗ്രെയിൻസ് ഉണ്ട്, ഈ ഗ്രെയിൻസ് വരുന്നത് കണ്ടോ? ഇതിങ്ങനെ ഗ്രെയിൻസ് വന്നാണ് ഈ സാധനം കേടാകണത്. പിന്നെ ഓഫാവും കണ്ടോ? ഇത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ മാറ്റി തരണം. ഒന്നെങ്കിൽ എൻ്റെ വണ്ടിക്ക് വല്ലതും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാമാനത്തിന് വല്ലതും പ്രശ്നമുണ്ട്, CCTVയുടെ DVRന് വല്ലതും പ്രശ്നമുണ്ട്. പുള്ളി പറഞ്ഞു ചേട്ടാ ഒന്നുകൂടെ വണ്ടി കൊണ്ടുവരണോ. അപ്പം എൻ്റെ വണ്ടി ഏകദേശം അടുത്ത സർവീസും സെക്കൻഡ് സർവീസും കൂടെ ആയിട്ടുണ്ട്. ആ സമയത്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ അത് കാണിക്കാൻ ഓർത്തിരിക്കുവാണ്. ഞാൻ പറഞ്ഞ പുള്ളിയോട് എൻ്റെ ചേട്ടാ ഇത് വേണ്ട, നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ആ പൈസ റീഫണ്ട് ചെയ്യുക. ഞാൻ വേറെ 70 mAIയുടെ പ്രോ സാധനങ്ങൾ, നല്ല എൻ്റെ XUV കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, 3 വർഷം പഴയ സാധനമുണ്ട്. അത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അത് മെറ്റൽ ബോഡിയാണ്, ഇതെല്ലാം പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഫണ്ട് റീഫണ്ട് ചെയ്തതാ, ഞാൻ വേറെ സാധനം എൻ്റെ വണ്ടി പിടിപ്പിച്ചോളാം. അപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ നോക്കട്ടെ എന്നാ പറയണമെന്ന്. ഓക്കെ. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് 3:30 ആയപ്പോഴത്തേനും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സ്ലീവ ആൻഡ് സൺസിലാണ് നമ്മൾ എത്തിയത്. ഇവിടെ ഞാൻ കണ്ടപ്പം സ്റ്റാറ്റിക്കിൻ്റെ ഒരു 60 kW ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം പറ്റുന്ന വെച്ചാൽ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല, അത് അവിടെ അതിൻ്റെ മുമ്പിലുള്ള വണ്ടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ അതല്ല, നമ്മുടെ സ്റ്റാറ്റിക്കിൻ്റെ ഒരു ആപ്പ് ഇതിനെ കാണിക്കുന്നുണ്ട്, ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി കാണിച്ചു തന്നു, ഇതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. വണ്ടി കയറ്റി വന്ന് ഇവിടെ ഇതിൻ്റെ സ്റ്റാറ്റിക്കിൻ്റെ ആപ്പ് എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഹബിൽ പോയിട്ട് നമ്മൾ ചാർജിങ് സ്റ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കാണിക്കണത് ഗോ ടു ദ സ്റ്റാറ്റിക് ആപ്പ് എന്ന് പറഞ്ഞാണ് കാണിക്കണത്. സ്റ്റാറ്റിക് ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് അവർ പറഞ്ഞു ഒരു 50 രൂപ ഇടാൻ പറഞ്ഞു. 50 രൂപ ഇട്ട് പിന്നെ ഗണ്ണ് കുത്തി കഴിഞ്ഞിട്ട് ചാർജിങ് ആണില്ല. 2 പ്രാവശ്യം പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അവരെ വിളിച്ചു, MGക്കാരെ വിളിച്ചു. ഈ ഹബിൽ വിളിച്ചു കഴിഞ്ഞപ്പം അവർ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റാറ്റിക്കിലേക്ക് വിളിച്ചപ്പം അവർ ഫോൺ എടുത്ത് റെസ്പോണ്ട് ചെയ്തു. അവർ പറഞ്ഞു ഗണ്ണ് വീണ്ടും കുത്താൻ പറഞ്ഞു. കുത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഇനിഷ്യേറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്തു. വണ്ടി വന്നപ്പം 15% ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. 42. മൊത്തം നമുക്ക് ഫുൾ ലോഡിൽ 4 പേരെ വെച്ചുകൊണ്ട് തൊടുപുഴ എന്ന് തിരുവനന്തപുരം വരെ വന്നാൽ നമുക്ക് മൊത്തം കിലോമീറ്റർ തീരുന്നത് 242. നമ്മുടെ 15% ബാറ്ററി കൊണ്ട് 4 പേരെ വെച്ചുകൊണ്ട് നമുക്ക് തൊടുപുഴയിൽ നിന്ന് ഈ പറഞ്ഞ തിരുവനന്തപുരം വരെ എത്താം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സ്ഥലം വരെ ഞാൻ പോയിട്ടാണ് അയാളെ കണ്ടു. എനിക്കൊരാളെ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അയാളെ കണ്ടിട്ടാണ് ഞങ്ങൾ നേരെ ഈ ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നത്. അപ്പം ഞങ്ങൾ ഓർത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ. അപ്പം ടോട്ടൽ വണ്ടി ഓടുന്നത് ഫുൾ ലോഡിൽ വണ്ടി ഓടുന്നത് ആകെ 287 കിലോമീറ്റർ വണ്ടി ഓടും. 287 കിലോമീറ്റർ വണ്ടി ഓടും. അപ്പം ഇതാണ് ഞാൻ തന്നെ പോയി കഴിഞ്ഞപ്പം അതിന് വണ്ടിയിൽ ഒരാളിരുന്ന് വണ്ടി ഓടിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 315-320 കിട്ടും. പക്ഷേ ഫുൾ ലോഡിൽ 4 പേര് വെച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഈ പറഞ്ഞ 287 കിലോമീറ്റർ നമുക്ക് കിട്ടും അല്ലേ. അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഇപ്പം ഫുഡ് കഴിച്ചിട്ട് നോക്കാം എത്ര നേരം കൊണ്ട് ചാർജ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെടാ. ഇതേ നിനക്ക് ഓൺ ചെയ്തോ? നീ നിനക്ക് വിശക്കണില്ലേ? പിന്നെ സമയമായില്ലേ, കഴിക്കാനുള്ള സമയം 4 മണി ആയില്ലേ. എന്നെ കിട്ടുവോ? പോയി നോക്കാം. അന്ന് നമുക്ക് പോവാം. വണ്ടിയുടെ താക്കോൽ എടുത്തോടാ. വണ്ടിയുടെ താക്കോൽ എടുത്തോ.
നമ്മൾ എവിടെയാണ് നമ്മൾ ചാർജ് ചെയ്തത്. വണ്ടിയുടെ കോലം കണ്ടോ, വണ്ടി മുഷിഞ്ഞിരിക്കുവാണ്. പാം ബൊജി വിശക്കാൻ തുടങ്ങിയോ? ബൊക്കോലാണി ପଖାଳ ଭୋକ ହଉଛି ତେବେ? വണ്ടി വെച്ചു പൊട്ടി പൊട്ടി. ഞങ്ങളെ ഫുഡ് കഴിച്ചിട്ട് പറ്റാന്നാ. നിങ്ങളുടെ വണ്ടി വന്ന വഴി ഇതാട്ടോ. ഈ പാലം കടന്നാണ് നമ്മൾ കയറി വന്നത്. അപ്പൊ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. ഫുഡ് ഞാൻ കഴിച്ചത്, ഞങ്ങൾ 2 ബിരിയാണി മേടിച്ചു അല്ലേടാ? ഞങ്ങള് 2 ബിരിയാണി മേടിച്ചു. 2 ബിരിയാണി മേടിച്ചു. 4 എത്ര പൊറോട്ട? 4 പൊറോട്ട. ഇതിനകത്ത് ഞാൻ എടുത്തത് 1 പൊറോട്ടയും കുറച്ച് ബിരിയാണിയും. ഇവൻ എൻ്റെ 3/4 ഭാഗം ബിരിയാണി ഇവൻ കഴിച്ചു അല്ലേ? നീ എത്ര കഴിച്ചു? പകുതി. പൊറോട്ട കഴിച്ചോ നീ? ഇല്ല. അതിനാ പൊറോട്ട വേണ്ട. തുമക്കോ ഖാലോ. കേക്കത്തില്ല. നീ എന്നാ കഴിച്ചേ? दो परोटा हाफ बिरयानी हाफ बिरयानी तंबी कितनी? हाफ बिरयानी 2 परोटा. परोटा के साथ चिकन चिकन टिक्का. आज इनका इतने बड़े आज इनका पार्टी हो गया. आज पिकनिक टूर ആൻഡ് പാർട്ടി. അപ്പോൾ വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഒരു 95% മേളിൽ ചാർജ് ആയിട്ടുണ്ട്. ഞാൻ ചാർജിങ് നിർത്തുവാണ്. 97% ചാർജ് ആയി. നീ ചാർജിങ് നിർത്തിയിട്ട് യാത്ര തുടങ്ങാന്ന് ഓർത്തിരിക്കുക. എടാ നീ എത്ര സമയം എടുക്കൂടാ? നീ ഇനി ഒരു 4-5 മണിക്കൂർ എടുക്കും. ഇപ്പൊ സമയം 5, 4:45, 5:45, 6:45, 7:45, 8:45, 9:45. 10 മണിയാകുമ്പോൾ നമ്മൾ എത്തും. 10 മണിയാ. അപ്പൊ നീ ചാർജ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ചാർജ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചുള്ള യാത്ര തുടങ്ങാം. ഓക്കെ. ഞങ്ങളുടെ വണ്ടി 97% ചാർജായി. ഇനി സമയം 4:45. ഞങ്ങൾ ഇനി ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുവാണ്. വാടാ, നീ പോണില്ലേ? വാ പോകാൻ വരട്ടെ. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു 5 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അവിടെ മുതൽ ഇവിടെ വരെ പെരുമഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയത്ത് വണ്ടിയുടെ വൈപ്പർ ഫുൾ ടൈം തിരുവനന്തപുരം മുതൽ തൊടുപുഴ വരെ, വാഴക്കുളം പിള്ളേരെ വിട്ടത് വാഴക്കുളത്താണ്. അപ്പോൾ തൊടുപുഴ വരെ ഫുൾ വൈപ്പർ ഓണായിരുന്നു. പിന്നെ ഹെഡ്ലൈറ്റും ഫുൾ ടൈം ഓണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേനും എൻ്റെ വണ്ടിയുടെ റേഞ്ച് 8% കുറഞ്ഞു. ഞാൻ അവിടുന്ന് ചാർജ് ചെയ്തത് 97% വരെ ചാർജ് ചെയ്തു. ഇപ്പം അയക്കണത് 8% ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചാർജ് ചെയ്യാൻ വെച്ചേക്കുവാണ്. ഈ പിള്ളേർ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞപ്പം ഞാൻ ചുമ്മാ കമൻറ്റ് നോക്കി, എൻ്റെ പഴയ വീഡിയോയുടെ കമൻറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു പയ്യൻ ഒരാളെ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പേര് ഞാൻ ഓർക്കണില്ല. അയാൾ കമൻറ്റ് ചെയ്തേക്കണത്, ഞാൻ എപ്പോഴും ഹെവി റീജിയണിൽ ഓടിക്കണോണ്ടാണ് എനിക്ക് റേഞ്ച് കുറച്ച് കിട്ടുന്നത്. അതേ സമയത്ത് ഹൈവേയിൽ നമ്മൾ ലൈറ്റ് മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് റേഞ്ച് കൂടുതൽ കിട്ടും. അതെനിക്കൊരു പുതിയൊരു വിവരം കേട്ടോ. ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്, ഈ വണ്ടിയുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല. ഞാൻ ഡീസൽ വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരു ആളാണ്. അപ്പം ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഡ്രൈവുകൾ ചെയ്യണതും ഇതുപോലെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യണത്. അതിൻ്റെ കൂടുതൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് ഓർത്താണ് ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യണത് യൂട്യൂബിൽ. അപ്പം എങ്ങനെ നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചിട്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇപ്പം ഈ പയ്യൻ പറഞ്ഞത് ഹെവി റീജൻ, ഈ ചേട്ടൻ പറഞ്ഞത് ഹെവി റീജൻ ചെയ്ത് നമുക്ക് ചെയ്ത റേഞ്ച് കുറവാണെന്ന് എനിക്ക് പുതിയ വിവരമാണ്. ഇനി അടുത്ത ടൈമിൽ ഞാൻ ഇത് റേഞ്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ലൈറ്റിൽ ഞാൻ ചെയ്യുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ഞാൻ ഈ ഒരു ലോങ് റൂട്ട് പോവുകയാണെങ്കിൽ ഞാൻ ചെയ്യണത് ലൈറ്റിലായിരിക്കും ഞാൻ ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. ഇപ്പം 4 പേരെ കൊണ്ട് പോയാലും നമുക്ക് എത്രയാണ് റേഞ്ച് കിട്ടുന്നത്, സിംഗിൾ ആൾ പോയി കഴിഞ്ഞാൽ എത്ര റേഞ്ച് കിട്ടും നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇനി താരതമ്യം ചെയ്യാൻ പറ്റും. പിന്നെ എന്നാ പറയാനുള്ളത്, അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വന്നപ്പം
അപ്പോൾ തിരിച്ചു വന്നപ്പം നമ്മുടെ വണ്ടിയുടെ റേഞ്ച് കാണിച്ചത് 247 കാണിച്ചത്. അതിൻ്റെ അർത്ഥം വണ്ടി നമ്മൾ പോയപ്പം 287 മൈനസ് 287. അപ്പം 40 കിലോമീറ്ററിന് നമുക്ക് റേഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട് രാത്രി തിരിച്ചു വന്നപ്പം. എനിക്ക് തോന്നുന്നു ഈ റേഞ്ച് വ്യത്യാസം വന്നത് അത് വൈപ്പറിൻ്റെയും ഹെഡ്ലൈറ്റിൻ്റെയും കൂടെ എക്സ്ട്രാ ചാർജ് വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്. പിന്നെ നോർമൽ മോഡിലാണ് ഞാൻ വന്നത്, ഹെവി റീജിയനിലാണ് ഞാൻ വന്നത്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു എനിക്ക് ഇത്രയും റേഞ്ച് 40 കിലോമീറ്റർ റേഞ്ച് വ്യത്യാസം വന്നത്. അപ്പോൾ ഇതൊരു പുതിയ വിവരം എനിക്ക്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്യണത്. അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള EV ഓടിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ എന്നെ അഡ്വൈസ് ചെയ്യുക, എന്നെ ഗൈഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ നന്ദി, നമസ്കാരം.